Hello everyone. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ഒളിമ്പിയാഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ. The sum of two rational numbers is -1. If one of the numbers is -5/4, then find the other number എന്നുള്ള. ടു റാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ -1 ആണ്. ആ നമ്പേഴ്സിൽ ഒരു നമ്പർ -5/4 ആണ്. എന്ന് വെച്ചാൽ -5/4ഉം പിന്നെ വേറെ ഏതോ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? -1 കിട്ടുന്നത്. ആ ആഡ് ചെയ്യേണ്ട നമ്പർ നമുക്ക് അറിയില്ല, ജസ്റ്റ് എക്സ് കൊടുക്കാം. ഓക്കെ, നമുക്കറിയില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. അയാൾക്ക് എക്സ് കൊടുത്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് മാത്രം അവിടെ നിർത്തുക. -5/4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. -1 അവിടെ ഉണ്ട്. -5/4 അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് പ്ലസ് ആവും. ബേസിക് മാത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ബേസിക് മാത്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ടീമിനെ കോൺടാക്ട് ചെയ്യുക, ആ ക്ലാസ്സുകൾ കാണുക. ഈ -5/4 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? +5/4 ആയിട്ട് മാറും. ഓക്കെ, -1 + 5/4 എങ്ങനെ ചെയ്യുക? -1 എന്ന് പറഞ്ഞാൽ -1/1 ആണ്. സോ 4 × -1 -4. അത് നമ്മൾ ബേസിക് മാത്തിൽ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആണ്. പിന്നെ പ്ലസ് 1 × 5 5 1 × 4 4 -4 + 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും നമ്മൾ ആഡ് ചെയ്യാനുള്ള റൂള്, അതും ബേസിക് മാത്തിൽ നമ്മൾ ഓപ്പറേഷൻസ് ഓൺ ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഒരു നെഗറ്റീവും പോസിറ്റീവും നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ ഗ്രേറ്റർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക, ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. സോ -4 + 5 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 കിട്ടും. Therefore 1/4 will be the answer. Option A is the correct option. അല്ലേ? ഇതിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ സിമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾ ബേസിക് മാത്ത് ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ 1/4 ആയിരിക്കും നമുക്ക് ഇതിന് ആൻസർ കിട്ടുക. ഇതുപോലത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ബേസിക് കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ ഒളിമ്പിയാഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.